നവാഗത സംവിധായകർക്ക് മുന്നും പിന്നും നോക്കാതെ മമ്മൂട്ടി എന്നും ഡേറ്റ് കൊടുക്കാറുണ്ട്. ബാലചന്ദ്ര മേനോന്റെ സഹായിയായിരുന്ന വേണുഗോപാലൻ തമ്പിയും മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ടായിരുന്നു നോവലിസ്റ്റായ KM മാത്യുവിന്റെ ശിവാജി കുന്നുകൾ എന്ന നോവൽ സിനിമയാക്കാൻ ഇറങ്ങി തിരിച്ചത്. അന്ധവിശ്വാസങ്ങൾ പുലരുന്ന ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ ആദർശപരതയോടെ വന്നിറങ്ങുന്ന ഒരു ഡോക്ടറുടെ കഥയായിരുന്നു ശിവാജി കുന്നുകൾ എന്ന നോവൽ പറഞ്ഞത്. രചയിതാവായ CV ബാലകൃഷ്ണനെ തിരക്കഥ എഴുതാനും വേണുഗോപാലൻ തമ്പി ഏർപ്പാടാക്കി. കേന്ദ്ര കഥാപാത്രമായ ഡോക്ടറുടെ വേഷം മമ്മൂട്ടിക്ക് നന്നെ ഇണങ്ങുമെന്ന് കഥ കേട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു. സഹസംവിധായകനായ വേണുഗോപാലൻ തമ്പി കന്നി ചിത്രത്തിനു വേണ്ടി തന്റെ പേര് സംഖ്യാജ്യോതിഷ പ്രകാരം വിജി തമ്പി എന്നാക്കി ലഘൂകരിക്കുകയും ചെയ്തു. എന്നാൽ ശിവാജി കുന്നുകളുടെ രചന പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ബാലചന്ദ്ര മേനോൻ വിജി തമ്പിയോട് മറ്റൊരു കഥ പറഞ്ഞത്. ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന പേരിൽ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ പ്രമേയം വിജി തമ്പിയെ ആകർഷിച്ചു. ഗുരുവായ ബാലചന്ദ്ര മേനോനെ പിണക്കിയാൽ സിനിമയിൽ ഗതി പിടിക്കില്ലെന്ന് മനസ്സിലാക്കിയ വിജി തമ്പി മമ്മൂട്ടി ചിത്രത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചായിരുന്നു ബാലചന്ദ്ര മേനോനെ നായകനാക്കിക്കൊണ്ട് പ്രഥമ ചിത്രമായ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ഒരുക്കിയത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.